എന്റെ ഏട്ടാ പരദൂഷണം പറയുന്ന സ്വഭാവം പണ്ട് നാളെ എനിക്ക് ഇല്ലാതെ ഏട്ടൻ അറിയാലോ. രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി അവൻ ഇനി എവിടെയാണോ മത്സരിക്കുന്നത്, എടാ നീ സൂക്ഷിക്കണം, ഇവൾ ഒരുമ്പെട്ടിറങ്ങിയിരിക്കുക. അവനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഇനിയും ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും. ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട. ഇങ്ങനത്തെ ഭീഷണിയൊക്കെ ഒരു നിലവാരം കുറഞ്ഞാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയി. അത്യാവശ്യം എഴുതുന്നൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരം നിലവാരം കുറഞ്ഞ ഭീഷണികളിലേക്ക് പോകരുത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ചുമ്മാതല്ലേ ഇവറ്റോളൊന്നും ഗുണം പിടിക്കാത്തത്. ഷെഹനാസിന് IAS ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റും വൈറലായി നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടന്ന് കറങ്ങുന്നുണ്ട്. നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്തെടുക്കും. നിയാസ് എന്നൊരു വ്യക്തിയാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. നിയാസ് മലബാറിയാണ് ആ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ ഇദ്ദേഹം പറയുന്നത് എനിക്കറിയുന്ന ഷെഹനാസ്, അദ്ദേഹം ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ PG വിദ്യാർത്ഥിനി ആയിരിക്കെ തനിക്ക് UPSC സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് കിട്ടി എന്ന് കോളേജ് മാനേജ്മെന്റിനെ ധരിപ്പിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് നൽകിയ സ്വീകരണവും വാങ്ങുന്നു. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. ശേഷം കോളേജിലും പുറത്തും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുന്നു. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്, ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. സംശയം തോന്നി കോളേജ് മാനേജ്മെന്റ് നടത്തിയ അന്വേഷണത്തിൽ ഷെഹനാസ് സിവിൽ സർവീസ് പരീക്ഷ എഴുതിയിട്ട് പോലുമില്ല എന്ന് മനസ്സിലാകുന്നു. ഇങ്ങനെ പോലെ കെട്ടുകഥ ഉണ്ടാക്കാൻ ഇത്ര വിദഗ്ധം മലപ്പുറം ജില്ലയിൽ വേറെ ഇല്ല. സംഭവം വിവാദമായതിനെ തുടർന്ന് നാണം കെട്ട് കോളേജ് വിട്ടു. അതന്നങ്ങനെ. ഇനി ഈ നശിച്ച നാട്ടിലേക്ക് ഞാൻ ഇല്ല.